എൻ്റെ വീഡിയോസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ചെയ്ത പാട്ടിൻ്റെ ആണെങ്കിലും ഏറ്റവും വലിയ ഫാൻ എന്ന് പറയുന്നത് ഞാനാണ്. ഏറ്റവും കൂടുതൽ ഞാൻ തന്നെയായിരിക്കും അത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ ഇപ്പം 80 വ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് 79 വ്യൂ വരാനായിരിക്കും എനിക്ക്. കാരണം എനിക്കങ്ങനെ ഒരാൾ അതിനെ കമൻറ്റ് പറയണം അല്ലെങ്കിൽ ഒരാൾ അതിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ ചിന്തിക്കില്ല. ഞാൻ എഫേർട്ട് ഇട്ടാണല്ലോ ചെയ്തത്. അപ്പം ഞാൻ എഫേർട്ട് ഇട്ട് ചെയ്ത സാധനം എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ അതിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. ആ ഒരു ഇതാണ് നമുക്ക് കണ്ടിട്ട്. സോ ഫസ്റ്റ് വീഡിയോ ഓഫ് ചിത്രംസ് കല്യാണിയാണ്. അങ്കിൾ ഊണുകാലായി, പിന്നെ വിളിച്ചോളൂ കേട്ടോ. അങ്കിൾ ഊണുകാലായി വരൂ, ദേ ആ കഴുതെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരൂ, ദേ അയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരൂ, ദേ മറ്റയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരൂ, ദേ വിഷ്ണുവിനെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരൂ, ദേ പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂ. Like I had to appreciate that. ഓരോ സീൻസിലും സാരി മാറി വരുന്ന ആ സാരി തന്നെ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇത്രയും സാരി നിനക്ക് കൊടുക്കുക, ഇത്രയും ക്ഷമ എന്നുള്ള സാധനം. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ നമുക്ക് ചിലപ്പോൾ ആ ഒരു എപ്പോഴും നമ്മൾ ഈ ഞാനിങ്ങനെ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കമ്പോസേഴ്സൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അവർ ചെയ്ത ഒരു പാട്ട് മറ്റൊരാൾ ചെയ്യുന്നതിനും പ്രസൻറ്റ് ചെയ്യുന്നതിനും അവർക്ക് വേറെ എതിരഭിപ്രായമില്ല, പക്ഷെ അതിനെ നശിപ്പിക്കരുത്. അതുപോലെ ഇപ്പം ഞാനാണെങ്കിലും ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആക്ട്രസും ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ക്യാരക്ടറാണ്. നമ്മളതിനെ കോമാളിയാക്കാൻ പാടില്ല. ഞാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കഴിവതും അങ്ങനെ ചെയ്യാറുണ്ട്. അതേപോലെ ഒരു ഡ്രസ്സ് തന്നെ ഇട്ടാൽ അത് വല്ലാത്ത കാണുന്നുണ്ടോ, ഓക്കെ ആണോ, ഇങ്ങനെയൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതിന് മാക്സിമം വൾഗാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറില്ല.